ദേ ഈ ലെറ്റർ അതിൽ വെച്ചിരുന്നു. സാധാരണ മൃതദേഹത്തിലല്ലേ റീത്ത് വെക്കാറ്? ഷോ, നീ ഈ വീട്ടിലുള്ളവരെ കൊല്ലുമെന്നാണോ ഇതിനർത്ഥം? ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അസൂയാലുക്കൾ ആരെങ്കിലും ചെയ്തതായിരിക്കും. നമ്മൾ വീണ്ടും ഹോസ്പിറ്റൽ തുറക്കാൻ പോവാണല്ലോ. അതിഷ്ടപ്പെടാത്ത പലരും ഉണ്ടാവുമല്ലോ. അവരാരെങ്കിലും ആയിരിക്കും ഇതിന്റെ പിന്നിൽ. അപ്പോ പേടിക്കണ്ടെന്നാണോ പറയുന്നേ? ഒരു പേടിയും വേണ്ട. ഇതൊക്കെ കണ്ട് പേടിക്കാൻ നിന്നാലേ അതിനെ നേരം കാണും. ഹോ, എന്റെ നല്ല പ്രാണൻ അങ്ങ് പോയി. ഹോ, ആ കണ്ടോ, റീത്ത് വീട്ടുമുറ്റത്തെത്തി. അക്ഷര ഹോസ്പിറ്റലിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ. ഭീഷണിയാണല്ലോ. കാര്യമാക്കണ്ട സാർ. എല്ലാം അതർഹിക്കുന്ന ഗൗരവത്തോടെ എടുക്കണം. ഒരു ചെറിയ സൂചന, അത് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ മുന്നറിയിപ്പായി കൂടെ. അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ സാർ? ചിന്തിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. സാധാരണ മനസ്സിലുള്ള ഒരാൾക്ക് ഇതുപോലൊരു സാധനം കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് അത്രയ്ക്ക് പകയുണ്ടെന്ന് അർത്ഥം. ഇതൊരു മെസ്സേജാണ്, സന്ദേശം. ഇതിന് ഇതിൻ്റെതായ പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നമുക്ക് വിവരം പോലീസിൽ അറിയിച്ചാലോ? അത് നല്ലതാ. അത് വേണ്ട. പിന്നെ അന്വേഷണമായി, വാർത്തയായി. അത് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഭീഷണിയുള്ള ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായിട്ട് ആരെങ്കിലും വരുമോ? അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നത് അത്ര ബുദ്ധിയല്ല. സാറ് പറയുന്നത് ശരിയാ. പരാതി ദോഷമായിരിക്കും ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും?